എന്റെ അമ്മാവ, നിങ്ങൾ പറഞ്ഞത് ഈ കുളം കാലിയാണെന്നല്ലേ? എന്നിട്ടിപ്പോ വെള്ളം നിറഞ്ഞു കിടക്കുവാണല്ലോ. അപ്പൊ പിന്നെ ഇത് എന്തുകൊണ്ടാ നിറഞ്ഞത്? ഇത് വെള്ളം കൊണ്ടാ നിറഞ്ഞത്. എന്റെ പൊന്നോ, കുളം വെള്ളം കൊണ്ടല്ലാതെ പിന്നെ സർബത്ത് കൊണ്ടൊന്നും നിറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സർവത്തോണ്ട് നിറയ്ക്കാൻ പറ്റോ? അങ്ങനൊന്നും നിറയ്ക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമയം കളയരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? വെറുതെ സമയം കളയരുത്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാനൊരു ഓഫീസറും കൂടിയാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസർ ആകുമ്പോൾ കാട് മുഴുവൻ സംരക്ഷിക്കേണ്ടി വരും. അതായത് ചെടികൾ നടുക, മരങ്ങൾ സംരക്ഷിക്കുക, പിന്നെ ജീവജാലങ്ങളെ നോക്കുക, വേട്ടക്കാരെ തടയുക, പിന്നെ മരം വെട്ടുന്നവരെ പിടിക്കുകയും വേണം. ഇങ്ങനെ 2 മണിക്കൂറൊക്കെ നിങ്ങളോടൊപ്പം ചെലവഴിച്ചാല് ബാക്കിയുള്ള ജോലികൾ ആരാ ചെയ്യുക? സർ, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഈ കുളം നിറഞ്ഞു കിടക്കുമായിരുന്നു. രാവിലെ ആണെങ്കിൽ വറ്റി കിടക്കുന്നു. ഇപ്പതാ വീണ്ടും നിറഞ്ഞിരിക്കുന്നു. സംശയമുണ്ടോ? ദേ, ഓരോന്ന് പറഞ്ഞ് വെറുതെ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഇങ്ങനെ മണ്ടത്തരം പറയുന്ന താൻ ചിലപ്പോ ഒരു കഴുതയായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ ആക്കാനും നോക്കണ്ട. സാറൊരു മനുഷ്യനല്ലേ? നിന്ന നിപ്പിൽ പെട്ടെന്ന് എങ്ങനെയാ കഴുതയാക്കുന്നേ? നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. മനസ്സിലായോ? സാറേ, പോപ്പട്ട് പറയുന്നത് ശരിയാണ്. അങ്ങനെയാ സംഭവിച്ചത്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? സൗകര്യത്തിനനുസരിച്ച് വറ്റിച്ചിടാനും നിറച്ചിടാനും ഇതൊരു കുളമല്ലേ, അല്ലാതെ വലിയ ടാങ്ക് ഒന്നുമല്ലോ. ഒരു കാര്യം കൂടെ, ഇനി മേലാൽ ഇതുപോലുള്ള കംപ്ലൈന്റ് ആയിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിടിച്ച് അകത്തിടും. കുളത്തിനകത്താണ്. നിലയിൽ ഇവിടുത്തെ ഗ്രാമവാസികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇനി ആരും തന്നെ ആ പ്രേതബാധയുള്ള കുളത്തിനടുത്തേക്ക് പോകരുത്. അമ്മാവ, അതെങ്ങനെയാ കുളത്തിന് പ്രേതബാധ ഉണ്ടാവുന്നേ? പ്രേതങ്ങളാണെങ്കിൽ അവർ കുളത്തിൽ അങ്ങനെ താമസിക്കില്ലല്ലോ. നേരെ ഗ്രാമത്തിലേക്ക് വരില്ലേ? സംശയമുണ്ടോ? ഗ്രാമത്തിലെത്തി. എല്ലാവരും ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. അയ്യോ, ആരും ഓടണ്ട. അത് പ്രേതമല്ല, നന്ദനാണ്. മനുഷ്യന്റെ ജീവൻ അങ്ങ് പോയി. നീ ആ മരത്തിന്റെ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? അച്ഛനല്ലേ പല്ല് തേക്കാൻ മാവിന്റെ കൊമ്പ് വേണമെന്ന് പറഞ്ഞത്? ലാവിലാണോടോ വിവരദോഷി? പല്ല് തേക്കാനുള്ള മരത്തിന്റെ കൊമ്പ് തേടുന്നേ. വെറുതെ നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രേതം കാരണം ഉള്ളതല്ലെന്ന് നമ്മളിപ്പോ നേരിട്ട് കണ്ടു. അപ്പൊ പിന്നെ ആ കുളത്തിന്റെ കാര്യമോ? അതിന്റെ പുറകിൽ പ്രേതം തന്നെ ആകാനല്ലേ സാധ്യത? ദാ നോക്ക്, രാത്രിയിൽ ആരും തന്നെ വീട് വിട്ട് പുറത്തിറങ്ങാനേ പാടില്ല. എടാ, ഇവന്മാർ നമ്മുടെ രഹസ്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇവന്മാരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. എടാ മണ്ടന്മാരെ, ഞങ്ങൾ ഓടാൻ വന്നതല്ല, നിന്നെയൊക്കെ പപ്പടമാക്കാൻ വന്നതാ. വാഴ്ചക്ക് പപ്പടമാക്കിയോ? അപ്പൊ പിന്നെ തന്റെ ചീത്ത സമയം തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. മര്യാദക്ക് നിർത്തിക്കോ. നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാണ് എല്ലാവർക്കും നല്ലത്. സംശയമുണ്ടോ? ഈ പീറത്തത്ത ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നേ? അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. എന്റെ കാട്ടുമുത്തപ്പ, ഞാൻ എന്തൊക്കെയാ ഈ കാണുന്നത്? എല്ലാം കള്ളക്കടത്ത് മുതലാ. സംശയമുണ്ടോ? അത് ശരി, ഞാനിവിടെ ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കുമ്പോ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഒന്നും അനുവദിക്കില്ല. മനസ്സിലായോ? ഇത്രയും നാളും ഇവന്മാർ കള്ളം തന്നെയാ ചെയ്തോണ്ടിരുന്നേ. ഇവന്മാരെ ഉപദേശിക്കണ്ട, ശിക്ഷിച്ചാ മതി. ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ ആയിട്ട് വരുന്നതിന് മുന്നേ ഞാൻ എന്റെ നാട്ടിലൊരു ഗുണ്ടയായിരുന്നടാ. അറിയോ നിനക്ക്?
അപ്പൊ പിന്നെ സാറെങ്ങനെ മിസ്റ്റർ മാൽവൻകർ ആയത്? അയ്യോ, എന്റെ ഒറിജിനൽ പേരാതായി കാണുന്നത്. ഗുണ്ട എന്നതൊരു പേരല്ല. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ മിസ്റ്റർ പോഞ്ഞിക്കരൻ ഞാനായിരുന്നു. എന്നാ പിന്നെ സർനെയിമിനൊപ്പം പോഞ്ഞിക്കരെന്ന് കൂടി ചേർക്കായിരുന്നില്ലേ? ഓ, പോഞ്ഞിക്കരൻ ആരെങ്കിലും പേരിന് കൂടെ ചേർക്കോടാ മണ്ട. സമയം വേസ്റ്റ് ചെയ്യാതെ നീ പോയി ഇടിക്ക് പോ. പോ ഇടിക്ക്. വേഗം വാ, ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അഥവാ ജോലി മാറ്റുന്നെങ്കിൽ പിന്നെന്തിനാ പാനിപ്പൂരി കച്ചവടം? ഒരു റെസ്റ്റോറന്റ് തുടങ്ങ്. എന്ത് റെസ്റ്റോറന്റോ? അതെ, ഈ വഴിയിലിട്ട് വിൽക്കുന്ന ഈ സാധനങ്ങളെല്ലാം റെസ്റ്റോറന്റ് തുടങ്ങിയാ നമുക്ക് നല്ല വിലക്ക് വിൽക്കാം. ആഹാ, നിങ്ങൾ എന്റെ തലച്ചോറുന്ന ഭണ്ഡാരത്തിനുള്ളിൽ ഐഡിയ എന്ന നാണയത്തുട്ടുകൾ നിറച്ചു. ഇനി ഞാനൊരു റെസ്റ്റോറന്റ് തുറക്കും. എന്റെ മനസ്സ് പറയുന്നു, നിങ്ങളെല്ലാം പൊതുതീരും വരെ കെട്ടിപ്പിടിച്ച് ഉമ്മതരണം. ഇവിടെ വരൂ. കൂട്ടുകാരെ, ബാലവൈദ്യരുടെ കൈ കിട്ടിക്കഴിഞ്ഞ പിന്നെ അയാൾ ഉമ്മ വെച്ച് എല്ലാരെയും കൊല്ലും. ഓടിക്കോ. എന്തായാലും കൊള്ളാം. ഇനി ഞാൻ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങും. ഇവിടെ വരൂ പ്രിയജനങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കൂ. സഹോദരി സഹോദരന്മാരെ, മുത്തശ്ശി മുത്തശ്ശ, ചേച്ചി ചേട്ടാ, ഇവിടെ വരൂ. വൈദ്യര് എന്തായി ചെയ്യുന്നേ? കസ്റ്റമേഴ്സിനെ വിളിച്ചു കൂട്ടുകയാണ്. ഇതേ ആയുർവേദ കടയൊന്നും അല്ല, റെസ്റ്റോറന്റാ. ബസ്സിലെ കിളികളെ പോലെ ചുമ്മാ കിടന്ന് വിളിച്ചു കൂവരുത്. സംശയമുണ്ടോ? എനിക്കിതറിയില്ല, കാരണം ഇതിനു മുമ്പ് ഞാൻ റെസ്റ്റോറന്റ് നടത്തിയിട്ടില്ല. ദേ നോക്കിയേ, താങ്കൾ വൈദ്യരാ. നിങ്ങൾക്ക് ആ ജോലി മാത്രമേ പറ്റൂ. ആ ജോലി ശരിയാവാത്തത് കൊണ്ടാണല്ലോ ഞാൻ നേരെ ഈ ജോലിയിലേക്ക് കയറിയത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് ജോലിയിൽ സഹായിക്ക്. എന്നാ ശരി, 2-3 ദിവസം റെസ്റ്റോറന്റ് നടത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. വെൽക്കം. സാറിന് എന്താണ് കഴിക്കാൻ വേണ്ടത്? ആലു ഗോബി മട്ടർ, ബട്ടർ പനീർ പാസ്ത, പിന്നെ പനീർ കടായി. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല സാറേ, ദാ മെനു കാർഡ് ഉണ്ടല്ലോ. സോറി, ഇതിനു മുമ്പ് റെസ്റ്റോറന്റ് നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ല. ഓർഡർ പ്ലീസ്. 2 മിനിറ്റ് ഒന്ന് നിക്കണ്ട ആശാനെ. വയറിന് വല്ലാത്ത വേദന, ഗ്യാസ് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഹണി, ഇവിടെ വരൂ. ഞാൻ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യൂ. ഇത് വേഗം തന്നെ മിക്സിയിലേക്ക് ഇടൂ. ഇത് പിന്നെതാ ഇതും. സോറി ഹണി, സോറി. ഇവിടെ വരൂ. ഇതാ ഞങ്ങളുടെ സ്പെഷ്യൽ ഡ്രിങ്ക്, കഴിച്ചു നോക്കൂ. നിങ്ങളുടെ അകത്തുള്ള ഗ്യാസിന്റെ ഗോഡൌൺ പെട്ടെന്ന് തന്നെ കാലിയാകും. അയ്യോ, നിങ്ങൾ എന്റെ ഭർത്താവിന് എന്താ കുടിക്കാൻ കൊടുത്തത്? ഇതെന്തിനെ കഴുത്ത് വളച്ചു പിടിച്ച് കഴിക്കുന്നേ? എന്റെ കഴുത്താകെ ഉളുക്കിയിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ട് നേരെ ആവുന്നില്ല. നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഡോണ്ട് വറി, ഞാനുണ്ടല്ലോ ഇവിടെ. ഹണി, ഫോളോ മീ. അയ്യോ, 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 ഇതിപ്പോ കഴുത്തിന്റെ കൂടെ എന്റെ നടുവും കൂടി ഉളുക്കിക്കാനുള്ള പരിപാടിയാണോ? ഇത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച അത്യാപൂർവ മരുന്നുകൂട്ടിന്റെ എണ്ണയാണ്. അയ്യോ, അയ്യോ, അയ്യോ,
ഹണി, 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 എന്താ എന്ത് ഇത്? പറ്റി? എന്നെ ഇടിച്ചു ആര്? ഒരു കള്ളൻ. നീ മുകളിൽ കിടന്ന് ഉറങ്ങിയല്ലായിരുന്നോ? പിന്നെ കള്ളം വന്നെങ്ങനെ നിന്റെ കണ്ണിലിടിച്ചേ? ആ, വീടിനകത്ത് കയറിയല്ല, റോഡിൽ വെച്ചാ ഇടിച്ചത്. പക്ഷെ നീ അകത്തുനിന്നാണല്ലോ വരുന്നത്, പിന്നെ എപ്പോഴാണ് പുറത്തേക്ക് പോയത്? ഇത് സ്വപ്നത്തിലാ. ഞാൻ പറയുന്നത് സത്യമാ. ഉറങ്ങുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ദാ ഈ അവസ്ഥയായി ഞാൻ. അതിന്റെ അർത്ഥം സ്വപ്നത്തിൽ തന്നെ ലിടി കിട്ടിയത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. വലിയ മഹത്തരമായ ഒരു കാര്യമായി പോയി. സംശയമുണ്ടോ? അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞതല്ലേ? എല്ലാ കഴുതുകൾക്കും ഇങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. അയ്യോ എന്റെ ബാഗ് കള്ളം കൊണ്ട് പോണേ. എന്താ പറ്റിയത്? ഞാൻ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയായിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. ആ കള്ളൻ അയാൾ എന്റെ ബാഗ് കൊണ്ട് കടന്നു കളഞ്ഞു. പേടിക്കണ്ട, ആ ബാഗ് ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. അങ്കിള് തൽക്കാലം സ്കൂട്ടർ നോക്കിക്കോ, ഞാൻ ഈ കള്ളന്റെ കാര്യം നോക്കിക്കോളാം. നീ ഇത് എങ്ങോട്ടാടാ പെരുങ്കള്ള ഓടിപ്പോകുന്നത്? ആ ബാഗ് മര്യാദക്ക് തന്നോ, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിച്ച് കൂട്ടും. കിട്ടുന്ന ഇടിയുടെ എണ്ണം പോലും നിനക്ക് എണ്ണാൻ പറ്റില്ല, പറഞ്ഞേക്കാം. അവസാനം നിനക്ക് ശ്വാസം വിട്ടാലും വേദനിക്കും, എടുത്താലും വേദനിക്കും. അയ്യോ എന്റെ അമ്മച്ചി. ഹാവ്. താഴെ നോക്കണ്ട, ഇനി മുകളിലോട്ട് നോക്കേ. മര്യാദക്ക് ബാഗ് തിരിച്ചെന്നേക്ക്. ഞാനിത് അങ്കിളിന് തിരിച്ചു കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടാ വന്നത്. ഞാൻ ഒരു പ്രാവശ്യം ആർക്കെങ്കിലും വാക്ക് കൊടുത്തു കഴിഞ്ഞാ പിന്നെ ബാഗ് പറഞ്ഞപ്പോഴും ഞാനൊന്നും കേക്കില്ല. അയ്യോ അയ്യോ. താങ്ക് യു മോനെ, താങ്ക് യു. എന്താ? അയ്യോ. താങ്ക് യു മോനെ, താങ്ക് യു, താങ്ക് യു. ഞാൻ പുതിയ 2 കോൺസ്റ്റബിൾസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കൊച്ചുണ്ണി, വല്യുണ്ണി. സാറേ, ഇത് ക്രിമിനൽ കൊച്ചുണ്ണിയും വലിയുണ്ണിയല്ലേ? ആ, ക്രിമിനൽസ് ആയിരുന്നു, ഇപ്പോൾ കോൺസ്റ്റബിൾസ് ആണ്. ഞാനാക്കിയതാ. പക്ഷേ സാർ, സർദാറെ, നമ്മൾ കുറ്റങ്ങളെയാണ് വെറുക്കേണ്ടത്, അല്ലാതെ കുറ്റവാളികളെ അല്ല.
ഇവർ നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാർ ഇവരൊരിക്കലും നന്നാവില്ല. സംശയമുണ്ടോ? ഞാൻ ഇവരെ നന്നാക്കിയെടുക്കും. ഇൻസ്പെക്ടർ പാണ്ഡ, ഇവരെ ഹെറാത്തി മാളിന്റെ സെക്യൂരിറ്റികളാക്കിയാൽ മതി. ഹോ, ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഇവരാ മോളിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എടാ കഴുതേ, അത് ഹെറാത്തി മോളല്ല, അത് പണക്കാരനായ ഒരു സേട്ടന്റെ ബംഗ്ലാവാ. ഇനി ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾ സാറിന് വാക്ക് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നല്ലവരായിരിക്കുകയാണ്. കേട്ടില്ലേ? ഇനി ഇവരെ ഡ്യൂട്ടിയിൽ നിയമിക്കൂ ഇൻസ്പെക്ടർ പാണ്ഡ. ഇപ്പൊ ഈ അലുവയും തീർന്നു പോയി. പിന്നെ ഈ പാത്രം ഒന്ന് കഴുകി കൊടുത്തേക്ക് പാണ്ഡ. അടിപൊളി, നമുക്ക് രണ്ടുപേർക്ക് ലോട്ടറി അടിച്ചു. ഹെറാത്തി സേട്ടിന്റെ വീട് വരെ എത്തി നമ്മൾ. ഇതിപ്പോ നമ്മുടെ ജോലി എളുപ്പമായിരിക്കാണ്. നമ്മൾ ഇന്ന് രാത്രി തന്നെ ഹെറാത്തി ബംഗ്ലാവിലെ കാരണവരുടെ സ്വർണ്ണ കസേര അടിച്ചു മാറ്റിയിരിക്കും. സേഠ്ജി 2 ദിവസത്തേക്ക് പുറത്തേക്ക് പോയി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അവധി എടുത്തോളൂ. താങ്ക് യു സാർ. അതെ, അപ്പൊ ഭക്ഷണം ആരുണ്ടാക്കും? ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ കോൺസ്റ്റബിൾ ആവുന്നതിന് മുമ്പ് ഒരു ഹുക്കായിരുന്നു. എന്തോന്ന് ഹുക്കോ? അതെ, ഹുക്ക് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഒരു കോട്ടുവാ വന്നു. അതാണ് ഹുക്കായി പോയത്. ഇന്ന് ഇവിടുത്തെ ഡ്യൂട്ടിയോടൊപ്പം നമ്മൾ പാർട്ടിയും നടത്തും. വേഗം കൊണ്ടുവരൂ, വേഗം കൊണ്ടുവരൂ. നല്ല ചൂടുള്ള സമോസ. ചൂടോടെ കഴിച്ചാൽ നല്ല രുചിയോടെ കഴിക്കാം. വരൂ, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഞാൻ ഇത്രയും സ്വാദിഷ്ടമായ സമൂസ ഇതിനു മുമ്പ് ഒരിക്കലും കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, ഞാനും. വല്യുണ്ണി, നമ്മുടെ പണി തുടങ്ങിയാലോ? ഉറക്കക്കുളിയെ കലക്കി കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂറത്തേക്ക് ഇവിടെ ശല്യം ഉണ്ടാകില്ല. വാ, ആ കസേര എടുത്തോണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. വല്യുണ്ണി, ഇത് കറണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വന്നു. ഇനി ജീവനോടെ തിരിച്ച് ബംഗ്ലാവിൽ നിന്ന് പോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. വലിയ കഴുതയാണല്ലോ. നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത് ഞങ്ങളോട് ചിന്തിച്ചെടുക്കാൻ പറയുവാണോ? ഇപ്രാവശ്യം നിങ്ങൾ കൊച്ചുണ്ണിയുടെ മഞ്ഞുണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കൊച്ചലിയ, നീ കൊച്ചിനുടെ മൂക്കിനിട്ടിടിക്കേ. ഞാൻ വലുതല്ലേ, അതുകൊണ്ട് ഞാൻ വെല്ലുണ്ണിയെ നോക്കിക്കോളാം. ആ പ്ലാൻ എന്തായാലും കൊള്ളാം. ഇറ്റ് ഈസ് ആക്ഷൻ ടൈം. സംശയമുണ്ടോ? വേഗം ചെല്ലന്റെ കൂട്ടുകാരെ, അവന്മാരുടെ മോന്തയുടെ ഷേപ്പ് അങ്ങ് മാറ്റേ. ഇത് ചീറ്റിംഗ് ആണ്. അയ്യോ, നിങ്ങൾ ആ തോക്കെടുത്ത് അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മൊത്തം പൊട്ടിപ്പോവും. ഞാനിത് കൊണ്ട് വെടിവെക്കാനല്ല, നിനക്കിട്ട് 2 തരാൻ വേണ്ടി എടുത്തത്. നിക്ക്. പോപ്പട്ട്, ഇന്നാ പിടിച്ചോ. നീ പോപ്പറ്റാണോ അതോ നീ